ഹായ് ഓൾ. അപ്പോൾ ഓൾറെഡി നമ്മൾ ആർ എൽ സർക്യൂട്ടിൻ്റെ സൊല്യൂഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർ സി സർക്യൂട്ടിൻ്റെ അതായത് ഒരു DC വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ആർ സി സർക്യൂട്ടിൻ്റെ റെസ്പോൺസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ട്രാൻസ്ഫോമഡ് സർക്യൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കപ്പാസിറ്റർ എന്താണ് വരുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കപ്പാസിറ്ററിനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/C. നിങ്ങൾ എന്താണ് Q ഈസ് ഈക്വൽ ടു CdV/dt എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു ഇക്വേഷൻ്റെ ബേസിലാണ് നമ്മൾ വി ഓഫ് ടിയുടെ ഇക്വേഷൻ പറയുന്നത്. വി ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ് 1/C ഇൻ്റഗ്രൽ അല്ലേ, 1/C ഇൻ്റഗ്രൽ 0 to t I of t dt പ്ലസ് V of 0. ദാറ്റ് ഈസ് I of t ഈസ് ഈക്വൽ ടു CdV/dt. ഇതാണ് കപ്പാസിറ്റർ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. ഇതാണ് കപ്പാസിറ്റർ കറണ്ട്, ഒരു കപ്പാസിറ്ററിലുള്ള വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇക്വേഷൻ. ഓക്കെ, ഇനി കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമെയിൻ റിപ്രസൻറ്റേഷൻ, അതായത് നമ്മൾ എസ് ഡൊമെയിനിലേക്ക് മാറ്റുമ്പോൾ അതെങ്ങനെ ചേഞ്ച് ആവും അതാണ് പറയുന്നത്. അപ്പോൾ അതിൽ വി ഓഫ് ടി നമ്മൾ വി ഓഫ് എസ് ആയി, അതായത് വി ഓഫ് ടി മീൻസ് വോൾട്ടേജ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ് വി ഓഫ് ടി എന്നുള്ളതിൻ്റെ അർത്ഥം. ആ വി ഓഫ് ടി എന്ന് പറയുന്നത് ടൈം ഡൊമെയിൻ റെസ്പോൺസ് ആണ്. ഇനി വി ഓഫ് എസ് എന്ന് പറയുമ്പം ആ ടൈം ഡൊമെയിനിലുള്ള ഇതിനെ നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വി ഓഫ് ടിക്ക് പകരം വി ഓഫ് എസ് അല്ലേ. 1/C എന്ന് പറഞ്ഞ ടേം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ 1/C അതുപോലെ തന്നെ എഴുതി. ഇനി ഐ ഓഫ് ടി എന്താണ്? ഐ ഓഫ് ടി എന്നുള്ളത് എന്താണ്? ഐ ഓഫ് എസ് എന്ന് എഴുതി. ഓക്കെ, വി ഓഫ് 0ക്ക് പകരം വി ഓഫ് 0/S എന്ന് എഴുതി. അതായത് ഐ ഓഫ് ടി ഈക്വൽ ടു ഐ ഓഫ് S/S എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡിനോമിനേറ്റർ ഒരു എസ് വന്നത്? ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഡിവൈഡ് ബൈ എസ് വന്നു. 1/CS ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് വി ഓഫ് 0/S. ഇതാണ് ഈ ഒരു വി ഓഫ് ടിയുടെ ഈ ഒരു ഇക്വേഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ലേ, അല്ലെങ്കിൽ എസ് ഡൊമെയിൻ റിപ്രസൻറ്റേഷൻ. ഇനി ഐ ഓഫ് ടീനെ ഐ ഓഫ് എസ് എന്ന് എഴുതി. സീനെ എന്തെഴുതി? ഒരു ഡെറിവേറ്റീവിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എസ് ഇൻറ്റു എഫ് ഓഫ് എസ് മൈനസ് അല്ലേ സി ഇൻറ്റു വി ഓഫ് 0. അതായത് ഒരു ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ സി ഇൻറ്റു എസ് ഇൻറ്റു വി ഓഫ് എസ് മൈനസ് സി ഇൻറ്റു വി ഓഫ് 0. വി ഓഫ് 0 മീൻസ് ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, ഇതാണ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റ് ഫോമിൽ വി ഓഫ് എസ് ഇതിനാണ് ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. വി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഐ ഓഫ് എസ് ഇൻറ്റു 1/CS അല്ലേ, പ്ലസ് വി ഓഫ് 0/S. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് വി ഓഫ് 0/S ഈ ഒരു വോൾട്ടേജിൻ്റെ ഫോമിൽ നമുക്ക് ഒരു കപ്പാസിറ്റർ സർക്യൂട്ടിനെ ട്രാൻസ്ഫോമഡ് സർക്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ ഇൻ ടേംസ് ഓഫ് കറണ്ട് ആണെങ്കിൽ ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു CS വി ഓഫ് എസ് അല്ലേ, CS വി ഓഫ് എസ് മൈനസ് സി വി ഓഫ് 0. ഈ ഒരു ഫോമിലും സി വി ഓഫ് 0 ഈ ഒരു ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/CS ഇൻറ്റു വി ഓഫ് എസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് ഓർത്ത് വെക്കാം. ഇതെന്താ 1/CS വന്നത്? എന്തുകൊണ്ടാണ്? കറണ്ട് ഇസ് ഈക്വൽ ടു ഐ ഇസ് ഈക്വൽ ടു വി ബൈ അല്ല, കറണ്ട് ഐ ഇസ് ഈക്വൽ ടു വി ബൈ സെഡ് ആണ്. അപ്പോൾ ഇവിടെ വി ബൈ 1/CS വരും. അപ്പം വി ഇൻറ്റു CS അതാണ് ഈ ഒരു ഇക്വേഷൻ. ഈ ഒരു ടേമിനെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് 1/CS വന്നത്. ഓക്കെ, അവിടെ തെറ്റരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും, പിന്നെ അതുണ്ടാവും ഒരു റെസിസ്റ്റർ ഉണ്ടാവും,
ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. ഇതാണ് ആർ സി സർക്യൂട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഇവിടെ ഒരു സ്വിച്ച് കൂടി നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴും സ്വിച്ച് ഓഫ് ആക്കുമ്പോഴുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടി നമ്മൾ ഈ സർക്യൂട്ട് അനലൈസ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് കൺസിഡർ എ സീരീസ് ആർ സി സർക്യൂട്ട്. ഇതാണ് സീരീസ് ആർ സി സർക്യൂട്ട്. കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഐ ഓഫ് ടി, അതായത് ടൈം ഡൊമെയിനിലുള്ള കറണ്ട്. ഓക്കെ, ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? സ്വിച്ച് ക്ലോസ് ചെയ്തു അല്ലേ. അപ്പം അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്? ടി ഓഫ് 0 മൈനസ്, ക്ലോസ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് മുന്നേ, ടി ഓഫ് 0 പ്ലസ്, അതായത് ക്ലോസ് ചെയ്തതിന് ജസ്റ്റ് ആഫ്റ്റർ. അപ്പോൾ ഇതാണ് 0 മൈനസും 0 പ്ലസ്, ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് അല്ലേ. അപ്പം നോക്കാം. ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 ദ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട്. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ 0 മീൻസ് സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം എന്തായിരിക്കും സർക്യൂട്ട് വരിക? സർക്യൂട്ട് വരിക ഷോൺ ഇൻ ഫിഗർ 60. അതായത് ഈ ഒരു രീതിയിൽ, അതായത് നമ്മൾ ഇവിടെ സ്വിച്ച് ക്ലോസ് ചെയ്തു, ആർ ഉണ്ട്, സി ഉണ്ട്, ഈ ഒരു ഫോമിലായിരിക്കും സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ സർക്യൂട്ട് ഉണ്ടാവുക. അതായത് ഓക്കെ, ഇനി നോക്കാം. അപ്ലൈയിങ് KVL ടു ദ മെഷ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? വി ഓഫ് എസ് ഉണ്ട്, ആർ ഉണ്ട്, 1/CS ഉണ്ട് അല്ലേ. വി ഓഫ് എസ് റെസിസ്റ്റൻസ് 1/CS. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? V/S, അതായത് വോൾട്ടേജ് ബൈ എസ്, V/S മൈനസ് ആർ ഇൻറ്റു ഐ ഓഫ് എസ്, റെസിസ്റ്റൻസ് ഇൻറ്റു ഐ ഓഫ് എസ്, അതാണ് റെസിസ്റ്റൻസ് ഇൻറ്റു ഐ ഓഫ് എസ് മൈനസ് 1/CS ഇൻറ്റു ഐ ഓഫ് എസ്, 1/CS ഇൻറ്റു ഐ ഓഫ് എസ് അല്ലേ. ഇമ്പിഡൻസ് ഇൻറ്റു കറണ്ട്, അതാണ് വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പം V/S മൈനസ് ആർ ഐ ഓഫ് എസ് മൈനസ് 1/CS ഇൻറ്റു ഐ ഓഫ് എസ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ KVL ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മളിങ്ങനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് എഴുതുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈം ഡൊമെയിനിൽ എഴുതിയിട്ട് V is equal to എന്താണ്? ഐ ഓഫ് ടി ഇൻറ്റു ആർ, അതായത് ഐ ഇൻറ്റു ആർ പ്ലസ്, ഇപ്പം നിങ്ങൾ എഴുതുമ്പോൾ ഈ രീതിയിൽ എഴുതിക്കോ. ഈ ഒരു ഇക്വേഷൻ്റെ KVL V of t is equal to ഐ ഓഫ് ടി ഇൻറ്റു ആർ പ്ലസ് സി അല്ലേ. ഐ ഓഫ് ടി ഇൻറ്റു ആർ പ്ലസ് ഇൻറ്റഗ്രൽ എന്ത് എഴുതാം? ഇൻറ്റഗ്രൽ 1/c ഇൻറ്റഗ്രൽ ഐ ഡി ടി. അപ്പോൾ ഇതുപോലെ തന്നെ എഴുതാം. അതായത് ഐ ഓഫ് ടി ഇൻറ്റു ആർ പ്ലസ് 1/c ഇൻറ്റഗ്രൽ ഐ ഡി ടി. ഇതാണ് നമ്മുടെ KVL ഇക്വേഷൻ ഇൻ ടൈം ഡൊമെയിൻ. അപ്പോൾ ടൈം ഡൊമെയിനിലുള്ള ഇക്വേഷനാണ് V is equal to ഐ ഓഫ് ടി ഇൻറ്റു ആർ പ്ലസ് 1/c ഇൻറ്റഗ്രൽ ഐ ഡി ടി. ഓക്കെ, തെറ്റിക്കരുത്. 1/c ഇൻറ്റഗ്രൽ ഐ ഡി ടി, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് ചെയ്തു? വി അല്ലേ, ആ ഒരു V is equal to ഐ ഓഫ് ടി ഇൻറ്റു ആർ പ്ലസ് 1/c ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഡി ടി. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഇതിനെ ലാപ്ലേസിലേക്ക് കൺവേർട്ട് ചെയ്താൽ V ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം V/S അല്ലേ. ഐ ഓഫ് ടീനെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഐ ഓഫ് ടി എന്നുള്ളതിന് ലാപ്ലേസിലേക്ക് വരുമ്പം ഐ ഓഫ് എസ് വരും. ആർ അതുപോലെ തന്നെ ഐ ഓഫ് എസ് ഇൻറ്റു ആറ് അല്ലേ. ഇനി വീണ്ടും ഇപ്പോഴുള്ള പ്ലസ്സിന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് എന്നിട്ടും 1/c കോൺസ്റ്റൻ്റ് ആണ്. അപ്പം 1/c കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എന്ത് പറ്റും? 1/cയുടെ ഇൻറ്റഗ്രൽ വരുമ്പോൾ 1/CS അല്ലേ, CS ഇൻറ്റു ഐ ഡി ടി. അപ്പോൾ ഐ ഓഫ് ടി ഡി ടി അല്ലേ, ഐ ഓഫ് ടി ഡി ടി ടൈം ഡൊമെയിനിലാണ് കറണ്ട് ഉള്ളത്. അപ്പോൾ ഐ ഓഫ് ടിയുടെ ലാപ്ലേസ് എടുക്കുമ്പം ഐ ഓഫ് എസ് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം ഡൊമെയിൻ ഇക്വേഷന് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിലേക്ക് ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം V/S മൈനസ് ആർ ഇൻറ്റു ഐ ഓഫ് എസ് മൈനസ് 1/CS ഇൻറ്റു ഐ ഓഫ് എസ് ഈക്വൽ ടു 0.
അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെറിവ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുക, ടൈം ഡൊമൈനിലുള്ള KVL അപ്ലൈ ചെയ്തിട്ട് ടൈം ഡൊമൈനിലുള്ള ഇക്വേഷൻ എഴുതുക. എന്നിട്ട് അതിനെ ലാപ്ലേസ് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷനിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ കിട്ടിയെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഈ ഒരു ഇക്വേഷനിൽ I(s) കണ്ടുപിടിക്കണം. അപ്പോൾ I(s) കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുക, V/s എന്നുള്ള ഈക്വൽ ടു I(s) കോമൺ ആയിട്ട് എടുക്കുക. I(s) ഇൻറ്റു എന്ത് കിട്ടും, ഫസ്റ്റത്തിൽ R ഉണ്ട്, ഇവിടെ 1/CS ഉണ്ട് അല്ലേ, R ഇൻറ്റു 1/CS ഈ ഒരു ഫോമിൽ എഴുതാം. V/s ഈക്വൽ ടു I(s) ഇൻറ്റു R ഇൻറ്റു 1/CS എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് I(s) ആണ് കണ്ടുപിടിക്കേണ്ടത്. therefore I(s) is equal to V/s the whole divided by R plus 1/CS എന്ന് എഴുതി. ഓക്കെ അല്ലേ, ഇതുപോലെ എഴുതാം. അപ്പോൾ അതാണ് I(s) equal to V/s ഇൻറ്റു R plus 1/CS. ഇനി എന്ത് ചെയ്തു, നമുക്ക് എപ്പോഴും നമ്മളെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ അത് S+A S+B ആ ഒരു ഫോമിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതിൽ ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ CS എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു, CS ഇൻറ്റു R ഇത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ RCS + 1 ഡിവൈഡ് ബൈ CS. അതുപോലെ ന്യൂമറേറ്ററിലൊരു V/s ഉണ്ട് അല്ലേ. അപ്പോൾ ഈ CS-ൻ്റെ ഈ എസ്സും CS-ലെ എസ്സും V/s-ലെ എസ്സും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. CS-ലെ എസ്സും V/s-ലെ എസ്സും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ഇനി നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ V/s പോയി. അപ്പോൾ RCS + 1 ഡിവൈഡ് ബൈ C എന്നുണ്ട് അല്ലേ. ഈ ഒരു ഫോർമുലയാണ് ഉള്ളത്. ഇനി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മളൊരു R കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ R കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ V/R വരും. ഇവിടുത്തെ R ക്യാൻസലായി പോവും അല്ലേ, ഇവിടെ ഒരു R വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ലാസ്റ്റ് നമുക്ക് നിങ്ങൾ എഴുതി നോക്കുക, V/R ഡിവൈഡ് ബൈ S + 1/RC ഈ ഒരു ഫോമിലേക്ക് നമുക്ക് വരും. അത് V/R I(s) is equal to V/R ഡിവൈഡ് ബൈ S + 1/RC. അപ്പോൾ V/R എന്താണ്, V/R is a കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് I(t) നമ്മുടെ ടൈം ഡൊമൈനിൽ I(t) കണ്ടുപിടിക്കുമ്പോൾ I(t) is equal to V/R അതുപോലെ തന്നെ എഴുതി അല്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി 1/s + 1/RC അല്ലേ, 1/s + 1/RC. അപ്പോൾ ഇതെന്താണ്, സിമിലർ ടു ദാറ്റ് ഓഫ് അവർ ഇക്വേഷൻ 1/s + A എന്നുള്ള ഇക്വേഷനുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ 1/s + Aയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് S + Aയുടേത് e⁻⁻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 ⁻
ടു മൈനസ് എ ടിയുടെ. അപ്പോൾ ഇ റേസ് ടു മൈനസ് എ ടി ആണ് 1/s പ്ലസ് എ. അപ്പം 1/s പ്ലസ് 1/RC. ഇപ്പോൾ എക്ക് പകരം ഇവിടെ എന്താ ഉള്ളത്? എക്ക് പകരം എന്താ അല്ലേ? 1/RC ആണ് എക്ക് പകരം ഉള്ളത്. ദെർഫോർ ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു v/r നമ്മുടെ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ റേസ് ടു, അത് എസ് പ്ലസ് 1/RCക്ക് പകരം ഇ റേസ് ടു മൈനസ് എ ടി അല്ലേ? ഇ റേസ് ടു മൈനസ് എ എന്താണ്? 1/RC ആണ്. ഇ റേസ് ടു മൈനസ് 1/RC ഇൻറ്റു ടി കിട്ടും അല്ലേ? കറക്റ്റ് അല്ലേ? ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു v/r കോൺസ്റ്റൻറ്റ് ഇ റേസ് ടു മൈനസ് 1 എ ടിക്ക് പകരം 1/RC ഇൻറ്റു ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ഡൊമൈനിലുള്ള ഇക്വേഷൻ. ഓക്കെ, ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു v/r ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1/RC ഇൻറ്റു ടി. അപ്പോൾ അതാണ് നമുക്ക് ഫൈനലായിട്ട് ഇവിടെ കിട്ടിയത്. ഓക്കെ, ക്ലിയർ അല്ലേ?
അപ്പോൾ ഒരു ആർ സി സർക്യൂട്ടിൻ്റെ സൊല്യൂഷനാണ് ഐ ഓഫ് ടി ഇക്വേഷനാണ് വി ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1/RC ഇൻറ്റു ടി. അപ്പോൾ ഈ 1/RC, ഈ ആർ സി എന്ന് പറയുന്നതാണ് ഈ ഒരു ആർ സി കപ്പാസിറ്റർ റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ടിലെ ടൈം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ആർ സി എന്നുള്ള പാരാമീറ്റർ ആർ സി ആണ് ടൈം കോൺസ്റ്റൻറ്റ് എന്നറിയപ്പെടും. ആർ സിയുടെ പേരാണ് ടൈം കോൺസ്റ്റൻറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമുക്കിനി 15 minutes ആയി. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് ഇതിൻ്റെ 1-2 സൊല്യൂഷൻ, അതായത് ഒരു സൊല്യൂഷൻ കൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത RLC സർക്യൂട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ, നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുക. സ്വിച്ച് ഈസ് മൂവ്ഡ് ഫ്രം എ ടു ബി അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. അതായത് ഇനീഷ്യലി സ്വിച്ചിങ് എയിലാണ് ഉള്ളത്, അതായത് ഈ ഒരു സർക്യൂട്ടാണ് ഉണ്ടായിരുന്നത്. ബട്ട് ടി ഈസ് ഈക്വൽ ടു 0, ആ ഒരു ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ടൈമിൽ എയിലുള്ള സ്വിച്ച് ബിയിലേക്ക് മൂവ് ചെയ്തു. അതായത് എയിലുള്ള സ്വിച്ച് ബിയിലേക്ക് മൂവ് ചെയ്തു അല്ലേ? അപ്പോൾ എന്തിനാ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്? അപ്പം ടി ഈക്വൽ ടു 0 മൈനസ്, ടി ഈക്വൽ ടു 0 മൈനസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻസ്. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് സ്വിച്ച് എവിടെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു സ്വിച്ചിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കപ്പാസിറ്ററിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചാർജ് സ്റ്റോറിങ് അല്ലെങ്കിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന എലിമെൻറ്റിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനീഷ്യലി സ്വിച്ച് ഈസ് അറ്റ് എ, ആഫ്റ്റർ ദാറ്റ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 വി ആർ മൂവിങ് ദ സ്വിച്ച് ടു ബി. ഓക്കെ, അപ്പോൾ എന്ത് നോക്കാം, നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് ആദ്യം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഡിറ്റർമൈൻ ഐ ഓഫ് ടി ആൻഡ് വി സി ഓഫ് ടി. നമുക്ക് ഐ ഓഫ് ടിയും കാണണം, വി സി ഓഫ് ടിയും കാണണം. അപ്പോൾ ഐ ഓഫ് ടിയും വി സി ഓഫ് ടിയും കാണാൻ വേണ്ടിയിട്ട് ഐ ഓഫ് എസ് കാണണം, വി സി ഓഫ് എസ് കാണണം. അപ്പോൾ എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ ഐ ഓഫ് ടിയും വി സി ഓഫ് ടിയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 മൈനസ്, ടി ഈസ് ഈക്വൽ ടു 0 മൈനസ് എന്ന് പറയുമ്പം സ്വിച്ച് എയിലേക്ക് ഉള്ള സമയത്ത് എന്താണ്, അതാണ് ഈ സർക്യൂട്ടിൽ വരച്ചിരിക്കുന്നത്, ഷോൺ ഇൻ ഫിഗർ, ഈ ഒരു ഫിഗറിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ച് ഇങ്ങോട്ടായിരിക്കുന്ന സമയത്ത് എന്താണ്, ഈ ഒരു 10 വോൾട്ട് ഉണ്ട്, ഈ ഒരു 1 ohm ഉണ്ട്, ഒരു 6 farad കപ്പാസിറ്റർ ഉണ്ട്. ബട്ട് ശ്രദ്ധിക്കാം, എന്താണ്, കപ്പാസിറ്റർ ആക്ടസ് ഷോർട്ട് സർക്യൂട്ട് അറ്റ് സ്റ്റഡി സ്റ്റേറ്റ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് കപ്പാസിറ്റർ ആക്ടസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് ഇൻഡക്ടർ ആക്ടസ് എ ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിൽ ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും, കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻസിലുള്ള സർക്യൂട്ട്. അപ്പോൾ ഇതിലെന്താ കണ്ടുപിടിക്കേണ്ടത്, V6F, അതായത് V6F ഓഫ് നമ്മൾ ആ കപ്പാസിറ്റൻസ് ഈ ഒരു വോൾട്ടേജിൻ്റെ പേര് കൊടുത്തു, V6F ഓഫ് 0 മൈനസ്, അതായത് 0 മൈനസ് സ്വിച്ച് എയിലുണ്ടാകുമ്പോഴുള്ള കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് എന്തായിരിക്കും, ഈ 10 വോൾട്ടാണ് കപ്പാസിറ്ററിന് അക്രോസും വരുന്നത്. അപ്പോൾ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ 10 വോൾട്ടേജ് തന്നെയാണ് അല്ലേ, 10 വോൾട്ട് ആണ് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 10 ആണ് അല്ലേ. ഈ ഒരു വോൾട്ടേജ് 10 വോൾട്ട് തന്നെയാണ് ഇവിടെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് കിട്ടുക. അപ്പം V6F ഓഫ് 0 മൈനസ് ഈസ് ഈക്വൽ ടു 10 വോൾട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഐ ഓഫ് 0 മൈനസ് ഈസ് ഈക്വൽ ടു 0. ഇനീഷ്യലി നമ്മളിവിടെ കപ്പാസിറ്റർ ആക്ടസ് ആൻ ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് ആ ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാവില്ല. ദാറ്റ്സ് വൈ ഐ ഓഫ് 0 മൈനസ് ഈസ് ഈക്വൽ ടു 0. ഇനി വേറെ ഏതാണുള്ളത്, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, പിന്നെ എന്താണ് ഈ സർക്യൂട്ടിലൊരു കറണ്ട് ഉണ്ട്, പിന്നെ വീണ്ടും ഇവിടെ ഒരു 3F കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി സ്വിച്ച് എയിലാണ് അല്ലേ, സ്വിച്ച് ഇനീഷ്യലി എയിലാണ്. അപ്പം ഈ ഒരു സൈഡിലേക്ക് സപ്ലൈയോ കണക്ഷൻസോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് V3F ഓഫ് 0 മൈനസ് ഇനീഷ്യൽ, ഈ 3F ഫാരഡ് കപ്പാസിറ്ററിലുള്ള ഇനീഷ്യൽ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം അങ്ങോട്ട് കണക്ഷനേ ഇല്ല, ഒരു ഫ്രഷ് കപ്പാസിറ്റർ സർക്യൂട്ടുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻസ്. സിൻസ് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ കനോട്ട് ചേഞ്ച് ഇൻസ്റ്റൻറ്റേനിയസ്ലി. അപ്പം നമ്മൾ ഇൻഡക്ടറിൽ എന്താ പറഞ്ഞത്, കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ കനോട്ട് ചേഞ്ച് ഇൻസ്റ്റൻറ്റേനിയസ്ലി എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ കനോട്ട് ചേഞ്ച് ഇൻസ്റ്റൻറ്റേനിയസ്ലി. അതുകൊണ്ട് V6f ഓഫ് 0+, അതായത് സ്വിച്ച് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും കപ്പാസിറ്ററിന് അക്രോസ് 6 വോൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ V3f ഓഫ് 0 = 0. അതും നേരത്തെ ഇനീഷ്യൽ കണ്ടീഷൻസ്. ഫോർ t > 0 ദ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് ഈസ് ഷോൺ. അപ്പോൾ നമ്മൾ സ്വിച്ച് ക്ലോസ് t > 0 എന്ന് പറഞ്ഞാൽ സ്വിച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ t = 0 എന്നുള്ള ഇൻസ്റ്റൻറ്റിൽ നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള കണ്ടീഷനാണ് t > 0. അപ്പോൾ ആ ഒരു കണ്ടീഷനിലുള്ള ട്രാൻസ്ഫോംഡ് സർക്യൂട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരക്കാം? ഒരു 6f കപ്പാസിറ്റർ ഉണ്ട്, ഒരു 1 ohm ഉണ്ട്, ഒരു 3f കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ അതിന് എങ്ങനെയാണ് അവർ വരച്ചിരിക്കുന്നത്? 1/6s 10/s 1/3s 1. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്? അപ്പോൾ ഇതാണ് നമ്മളെ ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞ സോഴ്സിൽ നമ്മളെ കപ്പാസിറ്ററിനെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് നോക്കാം. കപ്പാസിറ്ററിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത് നോക്കാം. അതായത് 1/CS V0/Sഉം 1/CS V0/S ആക്കിയിട്ട് മാറ്റും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. അതുപോലെ പാരലായിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ CV0യും 1/CS വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ട്രാൻസ്ഫോർമേഷനാണ് നമ്മളിവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം 1/CS അതാണ് 1/C എത്രയാണ്? 6 ഫാരഡാണ്. ദെർഫോർ 1/6s. ഇനി നെക്സ്റ്റ് വരുന്നത് V0/S. V0 എത്രയാണ്? 10 ആണ്. അപ്പം 10/S. അതാണ് ഈ രണ്ട് പാരാമീറ്റേഴ്സ്. പിന്നെ റെസിസ്റ്റൻസിന് അതുപോലെ തന്നെയാണ്. I(t) നമ്മൾ I(s) ആക്കി. ഈ I(t) നമ്മൾ I(s) ആക്കി മാറ്റി. ഇനി 3f കപ്പാസിറ്ററിനെ നമുക്ക് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/CS V0/S ആണ് വരുന്നത്. 1/C എത്രയാണ്? 3. അപ്പോൾ 1/3s V0/S. V0 എത്രയാണ്? ഈ ഒരു 3f കപ്പാസിറ്ററിലെ ഇനീഷ്യൽ കണ്ടീഷൻ 0 ആണ്. അപ്പോൾ 0/S എന്താണ്? 0 ആണ്. അപ്പോൾ അതുകൊണ്ട് അത് വരച്ചില്ല, 1/3s മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്യൂട്ട് എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സർക്യൂട്ടിൻ്റെ KVL അപ്ലൈ ചെയ്യണം. അപ്പോൾ KVL അപ്ലൈ ചെയ്യുമ്പം 10/S, ഫസ്റ്റ് ടേം 10/S മൈനസ് 1/6s ഇൻറ്റു I(s), അതായത് ഇമ്പിഡൻസ് ഇമ്പിഡൻസ്. ഇതിപ്പോൾ I(s/6s) മൈനസ് I(s) ഇൻറ്റു 1 ohm ആണ്. 1 ഇല്ല, അതാണ് 1 കാണിക്കാതിരുന്നത്. മൈനസ് 1/3s ഇൻറ്റു I(s) = 0. അപ്പോൾ ഇതാണ് നമ്മുടെ KVL ഇക്വേഷൻ. ഇനി ആ KVL ഇക്വേഷനിൽ നമുക്ക് എന്ത് കാണേണ്ടത്? I(s) ആണ് കാണേണ്ടത്. അപ്പോൾ I(s)ൻ്റെ ടേംസ് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് I(s) ഇല്ലാത്ത ടേംസ് വേറെ ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് കൊണ്ടുവരണം. ദെർഫോർ I(s) = എന്താണ്? 10 അല്ലേ. ഈ ഒരു ഇക്വേഷനിൽ I(s) = എന്ത് കിട്ടും? 10/S ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 10/S ഡിവൈഡ് ബൈ I(s) എടുത്ത് കഴിഞ്ഞാൽ I(s) എന്ത് എഴുതും? I(s) 1/6s ഉണ്ട്, അതുപോലെ -1 അല്ലേ, പിന്നെ -1/3s ഇങ്ങനെ കിട്ടൂലേ നമുക്ക്. അപ്പോൾ ഈ ഒരു ഫോമുല എഴുതി, അത് -10/s എന്ന് കിട്ടും. അപ്പോൾ മൈനസ് പോയാൽ 1/s + 1 + 1 = 10/s എന്ന് കിട്ടും. അപ്പോൾ I(s) കാണാൻ വേണ്ടി ഇത് ഡിവൈഡ് ബൈ ഈ ഒരു ടേം ഡിനോമിനേറ്ററിലേക്ക് പോയാൽ മതി. അപ്പോൾ അതങ്ങനെ പോയിട്ടുള്ള ഇക്വേഷനാണ് കാണിച്ചിരിക്കുന്നത്. 10/s ഇൻറ്റു 1 + 1/6s + 1/3s.
ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 60/s+3 എന്ന് കിട്ടും. 60/s+3 എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു ഇക്വേഷന് 6 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മുകളിൽ 10 കാരണം എസ് ഫ്രീ ആയിട്ട് ഉണ്ടാവണം അല്ലേ, s+a എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 10/s+3/6 0.5 s+0.5 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരുന്നതിനാണ്, ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരുന്നത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമുലാസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫോമിലേക്ക് ഇപ്പോൾ 1/s+a എന്നുള്ള ഫോർമാറ്റിലേക്ക് കിട്ടി. അത് e−at ലാപ്ലേസ് ട്രാൻസ്ഫോമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷൻ i(t) എന്തായിരിക്കും, i(t) = 10 കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്. e−a എന്താണ്, -0.5 × t അല്ലേ. അപ്പോൾ അതാണ് കിട്ടിയിരിക്കുന്നത്, 10 × e−0.5 × t. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത് i(t) ആണ്. i(t) നമുക്ക് കിട്ടി. ഇനി വോൾട്ടേജ് അക്രോസ് ദി 3f കപ്പാസിറ്റർ ഈസ് ഗിവൺ ബൈ എന്ത് കിട്ടും, VC(s). അപ്പോൾ VC(s) = 3f. VC(s)ൻ്റെ ഇക്വേഷൻ എഴുതാം. VC(s) = I(s)/3s അല്ലേ. ഇവിടെ വരുന്ന വോൾട്ടേജ് VC(s) എന്ന് പറയുന്നത് I(s)/3s ആണ് അല്ലേ. അപ്പോൾ I(s) നമുക്ക് ഓൾറെഡി കിട്ടി, എന്താണ് 10/s+0.5 ആണ്. അത് ഇൻറ്റു 3s വരും, അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇക്വേഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം, കാരണം നല്ല VC(t) കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യും. അപ്പം പാർഷ്യൽ ഫ്രാക്ഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, VC(s). അപ്പോൾ VC(s)ന് പകരം എന്താണ് 10/3s × s+0.5, 10/3s × s+0.5. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ എന്തെഴുതി, a/s + b/s+0.5, ഈ ഒരു ടേമും ആ ഒരു ഫോമിലേക്ക് എഴുതി. അപ്പോൾ a കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തിട്ടി, s × VC(s) at s = 0. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ എസ്സും പോയി, s = 0 കൊടുത്ത്. അപ്പോൾ s = 0 കൊടുക്കുമ്പോൾ 0.5 വന്നു അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, 0.5 കിട്ടും. അതായത് 10/3 × s-ന് 0 കൊടുത്താൽ 3/1/2 വരില്ലേ. അപ്പോൾ ഈ 2 മുകളിൽ കഴിക്കഴിഞ്ഞാൽ 20/3 കിട്ടി അല്ലേ, 20/3 കിട്ടി a. അപ്പോൾ അതുപോലെ b ചെയ്യുമ്പം എന്താണ്, s+0.5 × VC, നമ്മുടെ VC(s) എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനെ s+0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് s = -0.5 എന്ന് കൊടുക്കാം. s = -0.5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ b = -20/3 കിട്ടി. അപ്പോൾ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, VC(s) = 20/3, അത് a × 1/s മൈനസ് b എത്രയാണ്, -20/3. therefore -20/3 × 1/s + 0.5 എന്ന് കിട്ടി അല്ലേ. VC(s) = 1/s + 0.5 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഫോമിന് നമുക്ക് ഈസി ആയിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. VC(s) VC(t) ആണ്. VC(s) ആയതുകൊണ്ടാണ് VC(t) കിട്ടിയത്. അതായത് VC(s) ആയതുകൊണ്ടാണ് VC(t) കിട്ടിയത്. അപ്പം വെറും ഒരു കോൺസ്റ്റൻറ്റ് VC ആണെങ്കിൽ അല്ലേ, കോൺസ്റ്റൻറ്റ് VC അല്ല, ഇവിടെ VC(s) ആണ്. ഓക്കെ. അപ്പോൾ VC(t) = VC(s) ആയതുകൊണ്ട് VC(t) എന്ന് എഴുതി. ഓക്കെ. 20/3 1/s ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ആണ്. അപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ 20/3 എന്ന് തന്നെ എഴുതി. -20/3 അതുപോലെ എഴുതി. 1/s + 0.5. അപ്പോൾ 1/s+a ഞാൻ ഓൾറെഡി പറഞ്ഞു, e⁻⁻at ആണ്. അപ്പോൾ e⁻⁻0.5t ആണ്, e⁻⁻0.5t. ദാറ്റ് ഈസ് 20/3 × 1 - e⁻⁻0.5t. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ.
ഓക്കെ, 20/3 ഇൻറ്റു 1 മൈനസ് (-0.5t). ഓക്കെ, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടി. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഓരോന്നിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി 30 minutes ആയി. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ അടുത്തൊരു വീഡിയോ കൂടി ഇടും. ഓക്കെ, താങ്ക് യു.